നിയമസഭാംഗത്വം രാജിവെച്ച് പി അൻവർ. പിണറായിസത്തിനെതിരായ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDFന് നിരുപാധിക പിന്തുണയും പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി അൻവറിനെ നിയമിക്കുകയും ചെയ്തു. ആദ്യം CPMലെ തിരുത്തൽ ശക്തിയാകുമെന്ന് തോന്നിപ്പിച്ചു. P ശശിക്കും MR അജിത് കുമാറിനുമെതിരായ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയനിലെത്തി. അതോടെ CPM പടിക്ക് പുറത്താക്കിയ അൻവർ ആദ്യം DMKയിലും പിന്നീട് UDFലും ചേക്കേറാൻ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടതോടെയാണ് പശ്ചിമബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായത്. സ്വതന്ത്ര MLA ആയി ജയിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുമെന്ന ഭീഷണി ഉയർന്നു. സ്പീക്കർക്ക് പരാതി നൽകാൻ CPM കേന്ദ്രങ്ങൾ നടപടി തുടങ്ങിയതോടെയാണ് അൻവറിന്റെ രാജിപ്രഖ്യാപനം. രാവിലെ നിയമസഭയിലെത്തി സ്പീക്കർ AN ഷംസീറിന് രാജിക്കത്ത് കൈമാറി. പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപനം. VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും അൻവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മലയോര മേഖലയിലെ വന്യജീവി ആക്രമങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അൻവർ രാജിവെക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി CPMനെ തറപറ്റിക്കുക, പിണറായിസത്തിന് അറുതി വരുത്തുക, ഇതൊക്കെയാണ് തന്റെ ലക്ഷ്യങ്ങളെന്ന് രാജിപ്രഖ്യാപനത്തിന് ശേഷം അൻവർ വ്യക്തമാക്കുന്നു. നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുമെന്ന ഭീഷണി ഉയർന്നതോടുകൂടിയാണ് MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ നിയമസഭയുടെ പടികൾ ഇറങ്ങിപ്പോയത്. തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്കുള്ള പാലമായും അൻവർ കാണുന്നു. വീണ്ടും ഇതേ നിയമസഭയുടെ പടവുകൾ കയറി സഭയ്ക്കുള്ളിലെത്താൻ PV അൻവറിന് കഴിയുമോ എന്ന ചോദ്യത്തിന് കാലം മറുപടി പറയും. ബിപിൻ മുരളിക്കൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം.